എന്നും അവൾക്കൊപ്പം തന്നെ നിൽക്കാനാണ് നമുക്ക് തോന്നുക. ആൻഡ് ഓൾവേസ് അവൾക്കൊപ്പം. നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആസ് എ ഹ്യൂമൻ ബീങ് ഐ ക്യാൻ ജസ്റ്റ് എൻ്റെ ശിരസ് ഉയർത്തി എനിക്ക് നിൽക്കാൻ പറ്റും. ഞാൻ എൻ്റെ നേരിൻ്റെ കൂടെ നിന്നു, എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ നിന്നു. നമ്മൾ സത്യത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മളെ ഇല്ലാണ്ടാക്കാനാണോ എല്ലാം ശ്രമിക്കുക. Are you scared? സ്കെയർഡാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പേടി എന്തായാലും ഉണ്ട്, പക്ഷേ പേടിയിൽ നിന്ന് നമുക്കൊരു കൈൻഡ് ഓഫ് ഒരു ഫിയർ ഓഫ് അൺനോൺ എപ്പോഴും നമുക്കുണ്ട്. നമുക്ക് നെക്സ്റ്റ് എന്താണ് സംഭവിക്കാൻ പോണത്, നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോ, നമ്മൾ ഈ എടുക്കുന്നതൊക്കെ തീരുമാനങ്ങളൊക്കെ കറക്റ്റാണോ എന്നൊക്കെയുള്ള ഒരു കോൺടെംപ്ലേറ്റിംഗ് തോട്ട്സ് ഉണ്ട്. പക്ഷേ ഒരു പോയിന്റിൽ നമ്മുടെ ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള മനസ്സ് അല്ലെങ്കിൽ നമ്മളോട് പറയുമല്ലോ ഇത് ചെയ്യുന്നതാണ് ശരി, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പോയിന്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രയോറിറ്റീസിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതെന്നുള്ളൊരു ചിന്തയിലേക്ക് പോകുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് സമാധാനമാണ്. സമാധാനമായിട്ട് കിടന്നുറങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ സമാധാനമായിട്ട് കിടന്നുറങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. അപ്പം ഇപ്പം എല്ലാവർക്കും അറിയാം, ഇപ്പം നമ്മുടെ കറൻ്റ്ലി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ നമ്മളൊരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ കുറേ പേര് അന്നൊക്കെ എന്നോട് ചോദിക്കണം എന്തിനാണ് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തത്. പക്ഷേ എനിക്ക് തോന്നിയത് അവിടെ ഞാൻ ആ നേരിൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല മര്യാദയ്ക്ക്. ഇപ്പം അറ്റ്ലീസ്റ്റ് ശരിയാ, കുറേ നമ്മൾ കരിയർ വഴി നമ്മൾ നോക്കുകയാണെങ്കിലും അങ്ങനെയുള്ള പല രീതിയിലും നമ്മൾക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആസ് എ ഹ്യൂമൻ ബീങ് ഐ ക്യാൻ ജസ്റ്റ് എൻ്റെ ശിരസ് ഉയർത്തി എനിക്ക് നിൽക്കാൻ പറ്റും. ഞാൻ എൻ്റെ നേരിൻ്റെ കൂടെ നിന്നു, എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ നിന്നു. എനിക്ക് തോന്നുന്നു അർച്ചനയും അത് തന്നെയാണ് ചോദിച്ചിട്ടുണ്ടാവുക. ലൈക്ക് ഡിസിഷൻ ചില സമയത്ത് നമുക്ക് തോന്നുമ്പോൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. പക്ഷേ ഒരു പോയിന്റിൽ ആ യാത്രയിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ സുഹൃത്തിനെ കാണുമ്പോൾ അവർ അനുഭവിച്ച ഓരോ ദിനങ്ങൾ കൂടെ നിന്ന് കാണുമ്പോൾ അവരുടെ വിഷമം കാണുമ്പോൾ ഞാൻ എടുത്തത് 101% ശരിയായൊരു തീരുമാനമായിരുന്നു. അന്നും എനിക്ക് ശരിയല്ല എന്ന് തോന്നിയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇങ്ങനത്തെ കോൺസിക്വൻസസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ എടുക്കുമ്പോൾ ഉള്ള കോൺസിക്വൻസസാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അമ്പരന്ന് പോയി. ലൈക്ക് ഇങ്ങനെയൊക്കെയാണോ സംഭവിക്കുക? നമ്മളെ ഇല്ലാണ്ടാക്കുകയാണോ ചെയ്യുക? നമ്മൾ സത്യത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മളെ ഇല്ലാണ്ടാക്കാനാണോ എല്ലാം ശ്രമിക്കുക? ഭയങ്കര ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു അത് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇപ്പം അതിനകത്ത് കൂടെ നമുക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഫോർ ഷുവർ യു ഓൾസോ ലൈക്ക് വെൻ ഞങ്ങളെ ഹെർ എന്ന് പറയുന്ന മൂവിയിൽ ലിജിനും അർച്ചനയും എടുത്തൊരു വലിയ സ്റ്റെപ്പാണ് എന്നെയും പാർവതീനെയും, അതേപോലെ തന്നെ എസ്പെഷ്യലി ഞാനും പാർവതിയും, പിന്നെ ലിജോ, ഐശ്വര്യ, ഉർവശി ചേച്ചി, ഞങ്ങളെ രണ്ടുപേരെയും കാസ്റ്റ് ചെയ്യുമ്പോഴും അതിൽ കുറേ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വന്നതെന്ന് എനിക്കറിയാം. ബിക്കോസ് വേണോ വേണ്ടയോ, പക്ഷേ അവർ ഉറച്ചു നിന്നു ഞാൻ നിങ്ങളെ വെച്ച് തന്നെയാണ് ഈ സിനിമ എടുക്കുള്ളൂ. നിങ്ങളുടെ ഒരു ഒറ്റ തീരുമാനത്തിൽ നിങ്ങൾക്കും ഒത്തിരി പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടം നല്ല ആൾക്കാരുടെ കൂടെ നിൽക്കുമ്പോൾ, എസ്പെഷ്യലി എൻ്റെ സുഹൃത്തിനെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നും അവൾക്കൊപ്പം തന്നെ നിൽക്കാനാണ് നമുക്ക് തോന്നുക. ആൻഡ് ഓൾവേസ് അവൾക്കൊപ്പം. അത് ഊന്നി ഞാൻ ഈ വേദിയിൽ പറയുകയാണ്. എന്ത് തന്നെ വന്നാലും ഇനി മുന്നോട്ട് എത്ര തന്നെ ഞങ്ങൾക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വന്നാലും വി ആർ ഓൾ വിത്ത് ഹെർ. നമ്മളൊന്നും ഒന്നുമല്ല ശരിക്കും, നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ വളരെ നന്നായി തന്നെയാണ് ഇരിക്കുന്നത്. വെൻ ഐ സീ ഹർ ജേർണി, ഇമോഷണൽ ബ്രേക്ക് ഡൗൺസ് അല്ലെങ്കിൽ ജീവിതം കാണുമ്പോൾ എപ്പോഴും നിങ്ങൾ ആ സുഹൃത്തിനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ചിരിച്ച മുഖത്തോടെ ഭയങ്കര ചേർപ്പിയായിട്ടും മാക്സിമം ഹെഡ് അപ്പ് ആൻഡ് ലോഫ് ആൻഡ് സ്മൈൽ ആൻഡ് അങ്ങനെ ഭയങ്കര ചേർപ്പിയായിട്ടുള്ള ഒരാളെ നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ വളരെ വൾണറബിൾ ആയിട്ടുള്ള സോഷ്യൽ ആൻസൈറ്റി ഉള്ള ഞാൻ പോണില്ല, ഇതേപോലെ ഇപ്പം ഞാൻ വന്ന് പറഞ്ഞ പോലെ പല ഷോകളിലും പ്രോഗ്രാമിലും ഇനി ഞാൻ പോണില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് അവിടെ ഇരുന്നിട്ടുള്ള ഒരു സുഹൃത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ വി ആർ ജസ്റ്റ് വിത്ത് ഹെർ, ജസ്റ്റ് ബീയിങ് വിത്ത് ഹെർ ഇറ്റ് സെൽഫ് മേക്സ് ലോട്ട് ഓഫ് സെൻസ്. സോ പ്രൗഡ് ഓഫ് യു. വേറൊന്നും പറയാനില്ല. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ഇപ്പം നമ്മൾ അവൾക്കൊപ്പം #അവൾക്കൊപ്പം എന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ചും ഞാൻ ചോദിക്കുന്നു, രമ്യ നമ്പീഷിൻ്റെ ഓരോ വാക്കിനും പലതരം വ്യാഖ്യാനങ്ങളാണ്. Especially your yes makes a difference, your no makes a difference, right? അപ്പോൾ ഈ കാര്യങ്ങളിൽ ഒരു ഡിസിഷൻ എടുക്കാൻ, അതിപ്പോൾ ഒരു റോൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ബാൻഡ്, രമ്യയ്ക്കൊരു ബാൻഡ് ഉണ്ട്, അതിൻ്റെ പെർഫോമൻസ് ആയിക്കോട്ടെ, എത്ര കാര്യങ്ങൾ ചിന്തിക്കണം അല്ലേ? ആരാണ് ഓഡിയൻസ്, അവരെങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക, ഏത് രീതിയിലുള്ള ഓഡിയൻസ് ആയിരിക്കും, അവരെങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ കൂടെ നെക്സ്റ്റ് 15 minutes യു ആർ നോട്ട് വെരി കംഫർട്ടബിൾ. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലേക്കാണ് പല കാര്യങ്ങളും ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ അല്ലെങ്കിൽ സത്യത്തിൻ്റെ അല്ലെങ്കിൽ രമ്യ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഉണ്ടാവുന്നത്. സോ വാട്ട് ഗൈഡ്സ് യു ടു യുവർ യെസ് ആൻഡ് വാട്ട് ഗൈഡ്സ് യു ടു യുവർ നോ? ഇത്രയും അത് എനിക്ക് ആദ്യം പറഞ്ഞ ഉത്തരം തന്നെയാണ് പിന്നെ റീട്രേറ്റ് ചെയ്യാനുള്ളത്. ലൈക്ക് ഇറ്റ്സ് മൈ പ്രയോറിറ്റി, വാട്ട് ഐ നീഡ് ഇൻ മൈ ലൈഫ് എന്നുള്ളതാണ്. എൻ്റെ
ബിക്കോസ് എൻ്റെ എനിക്ക് നമ്മുടെ മനസ്സാക്ഷിയാണ് നമ്മൾ ഏറ്റവും ആദ്യം ബോധ്യപ്പെടുത്തേണ്ടതെന്ന് തോന്നുന്നു. നമ്മൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിനേക്കാളും മുന്നേ നമ്മുടെ മനസ്സാക്ഷിയോടാണ് എപ്പോഴും നമ്മൾ ചോദിക്കേണ്ടത്, ഞാൻ ചെയ്യുന്നത് ശരിയാണ്. എനിക്ക് തോന്നുന്നു ഇന്നാൾ ഒരു സർവേയിൽ കണ്ടിരുന്നു, ഞാൻ ഇൻ്റലിജൻ്റാന്ന് പറയാനുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് നമ്മുടെ തോട്ട്സിനെ തന്നെ നമ്മൾ വിശകലനം ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ കോൺടംപ്ലേറ്റ് ചെയ്യുമ്പോഴാണ് അത് ഏറ്റവും ഒരു ഗുഡ് ഫോം ഓഫ് ഇൻ്റലിജൻസ് എന്നാൽ എനിക്കിപ്പോൾ ഒരു സ്റ്റഡി പോലെ പല ഫീൽഡ്സിൽ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എപ്പോഴും ഒരു വ്യക്തിയായിട്ട് സംസാരിക്കുമ്പോൾ, ഒരു പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ ഇരുന്ന് ഞാൻ ചോദിക്കും, ഞാൻ ചെയ്ത കാര്യങ്ങൾ ശരിയാണോ, ഞാൻ സംസാരിച്ചത് ശരിയാണോ, ഞാൻ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചിന്തകളുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ബേസിക്കലി എൻ്റെ എസ്സും നോയും എപ്പോഴും ആ ഒരു ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള ഒരു തോട്ടിൽ നിന്നാണ് എപ്പോഴും വരാറുള്ളത്. എൻ്റെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വളരെ ഉറച്ച് പറയാനുള്ള ഒരു ശക്തി ഉണ്ടല്ലോ, അതാണ് ഞാൻ എപ്പോഴും ആർജിക്കുക. ലൈക്ക് യു മെയ്ഡ് എ മിസ്റ്റേക്ക്, ഓക്കെ ഐ വാസ് റോങ്, ഐ വാസ് റോങ് എന്ന് പറയാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ, ഫോർ ദാറ്റ് മാറ്റർ യുവർ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും, നമ്മുടെ റിലേഷൻഷിപ്സിലാണെങ്കിലും, അല്ലാതെ നമ്മുടെ ഇപ്പോൾ നമ്മുടെ തീന്മേശകളിൽ നമ്മളുണ്ടാകുന്ന പല ചർച്ചകളിലും ചില സമയത്ത് നമ്മൾ റോങ് ആണെങ്കിൽ പിന്നെ നമ്മൾ അതിനെ ആർഗ്യാൻ ശ്രമിക്കും. പണ്ട് ഞാൻ ഞാൻ പിടിച്ച മുയലിൻ്റെ 2 കൊമ്പ് എന്ന് പറഞ്ഞിരിക്കും. പക്ഷേ ഇപ്പം ഞാൻ ചില സമയത്ത് എൻ്റെ വെറുതെ സ്വാഭാവികമായിട്ടുള്ള തർക്കങ്ങളിൽ ഞാൻ പറയും, സോറി ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു ഇൻ്റലിജൻസിലേക്ക് വന്നു. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ എല്ലാ ഡിസിഷൻസും അങ്ങനെയാണ്.